ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇപ്പം നിങ്ങൾ ഫ്രീ ഫയർ അപ്പം തന്നെ തുടങ്ങിയ ആളാണെങ്കിൽ നിങ്ങളിതങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ കളിക്കണം എന്നങ്ങനെ അറിയില്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളും കാണണം. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആദ്യത്തെ കാര്യം, മെയിൻ സീരിയസ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിൽ കണ്ട പോലെ നിങ്ങൾ ഓടാൻ തീരെ പാടില്ല. നമ്മൾ നല്ല പവർ എടുത്ത് വേണം ഓടാൻ, അല്ലാതെ സ്ലോ മോഷനിൽ ബോട്ടിനെ പോലെ ഓടാൻ പാടില്ല കേട്ടോ. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളൊരു ഫ്രീ ഫയർ അപ്പത്തന്നെ കളി തുടങ്ങിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ബാറ്റിൽ റോയലൊക്കെ കളിക്കാൻ പാടുള്ളൂ. BR സേസും കളിക്കാൻ പാടില്ല. നിങ്ങളെന്താണെന്ന് വെച്ചാൽ BRന്ന് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. BR കളിച്ച് അവസാനം നമുക്ക് 8 ലെവലായ നമുക്ക് ഇതടിക്കും. 8 ലെവലായ നമുക്ക് BR സേസും കളിക്കാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കുറച്ച് ഇമോട്ട്സൊക്കെ കിട്ടാനാണ്. ഇമോട്ട്സ് കിട്ടി നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പായി. ഇമോട്ട്സ് ഫ്രീ ആയിട്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അത് ഇമോട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇതില്ലേ, ഈ ടോക്കൺ ഇല്ലേ, ഈ ടോക്കൺ നമ്മൾ കുറേ ക്ലെയിം ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ 108 ഉണ്ട് ഈ ടോക്കൺ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഈ മോട്ട് നമുക്ക് മേടിക്കാം. അതിന് പൈസ എത്ര നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഗൈസ്. അത് മേടിക്കാം. പൈസ എൻ്റെ അടിയിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും. എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 80 ഇത്രയെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയാൽ നമുക്ക് ആ ഇമോട്ട് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ ടോക്കൺ കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല വല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മാക്സിമം ട്രെയിനിങ്ങും ഇതൊക്കെ മാക്സിമം കളിക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് മാക്സിമം കളിക്കാൻ നോക്കുക. എന്നാലും നിങ്ങൾക്കൊരു ബെസ്റ്റ് പ്രോ പ്ലെയർ ആവാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ കൂടുതലും ഇങ്ങനത്തെ കോംബോ അതൊക്കെ ഇടണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ എല്ലാ ക്യാരക്ടറും മെയിനായിട്ട് മേടിക്കാൻ നോക്കണം. പിന്നെ പൈസ സേവ് ചെയ്തും കൂടി വെക്കണം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി മികച്ചൊരു പ്രോ പ്ലെയർ ആവാറായി. പിന്നെ നിങ്ങളെ ഗെയിം കുറച്ച് ഇമ്പ്രൂവ് ആക്കണം. ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊളിച്ച് ഗെയിമൊക്കെ ഇമ്പ്രൂവ് ആക്കിയാൽ നമ്മൾ നൈസായിട്ട് ഒരു പ്രോ പ്ലെയറായി. പിന്നെ നമ്മൾ ചെറുതായി റൂമൊക്കെ കളിച്ചിട്ട് ചെറുതായിട്ട് ഹെഡൊക്കെ അടിച്ച് പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊരു നമ്മളുടെ 84% നമ്മളൊരു പ്രോ പ്ലെയറായി കഴിഞ്ഞു. ഇനി ബാക്കി പെർസെൻ്റ് വെച്ചാൽ നമ്മൾ മാക്സിമം ഇപ്പം എൻ്റെ ഹീറോയിക്സ് ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഹീറോ ഒക്കെ അടിച്ചിട്ടുണ്ട്. എൻ്റെ 2024 ഞാൻ 2 ഹീറോയ്ക്ക് പിന്നെ ഞാൻ 6 ഹീറോയ്ക്കാണ് ഇതിൽ അടിച്ചുള്ളത്. 6 ഹീറോയ്ക്കാണ് അടിച്ചിട്ടുള്ളത്. അതാണ്. അപ്പോൾ BRൽ 2 ഹീറോയ്ക്ക്, CS-ൽ 4 ഹീറോയ്ക്ക്, അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് CS-ലൊക്കെ അടിച്ചാൽ പിന്നെ നമുക്ക് ഇപ്പോൾ എല്ലാവരും CS-ൽ തന്നെ ഹീറോക്കൊക്കെ അടിക്കുന്നത്. നമ്മൾ മാക്സിമം അടിക്കാൻ നോക്കേണ്ടത് BRലാണ്. BRൽ നമ്മൾ അടിക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് പ്രോ പ്ലെയർ ആവണം. BRൽ അടിച്ചാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി ഒരു പ്രോ പ്ലെയർ ആവും. മാക്സിമം കുറച്ചൊക്കെ നമ്മളുടെ ഇതൊക്കെ കളിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ക്യാരക്ടർ കോംബോ ഉണ്ടാക്കുക. ഇതുപോലത്തെ കുറച്ച് ക്യാരക്ടർ കോംബോസൊക്കെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പറ്റിയ അങ്ങനത്തെ ക്യാരക്ടർ കോംബോസ് ഒക്കെ ഉണ്ടാക്കുക. പിന്നെ നമ്മളത് മെയിനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറേ വെപ്പൺ സ്കിൻസ് അതൊക്കെ മേടിച്ചൊക്കെ നോക്കുക. അതുപോലത്തെ പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങൾ സാധനം കയറുക.
MB5 കയറുക. എൻ്റെ MB5 ഇപ്പോൾ മാക്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾ മാക്സ് ആവുക, അല്ലെങ്കിൽ മലപ്പുറം കയറുക, അങ്ങനെ കോഴിക്കോട് കയറുക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഇങ്ങനെ കയറുക. പിന്നെ നമ്മളുടെ മലയാളികളുടെ തന്നെ നിങ്ങൾ എടുക്കണം. മലയാളികളുടെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ കയറും, അല്ലെങ്കിൽ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഗിൽഡ് തുടങ്ങും. ഇതിപ്പോൾ നമ്മളെ റിച്ച് ഗെയിംസിൻ്റെ ഗിൽഡിലാണ് ഞാനുള്ളത്. അപ്പോൾ അതിന് വിളിക്ക് ആരോഗ്യം മലപ്പുറം ഗിൽഡാണ്. കോഴിക്കോട് മലപ്പുറം ഒരുമിച്ച് ഒരു ഗിൽഡാണ്. അപ്പോൾ അതാണ് ഞങ്ങളെ ഗിൽഡ്. എന്നിട്ട് നമ്മൾ ഗിൽഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ ഗിൽഡ് 6 ലെവലൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും നമ്മൾ കുറച്ചുകൂടി സീനായി. പിന്നെ ആ ഗിൽഡത്തെ ലീഡർ, ഫസ്റ്റ് ലീഡർ, സെക്കൻഡ് ലീഡർ, തേർഡ് ലീഡർ, അങ്ങനെ വലിയ തേർഡ് ലീഡർ, സെക്കൻഡ് ലീഡർ, ഫസ്റ്റ് ലീഡർ, അങ്ങനെ വല്ല നമ്മളാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു പൊളിക്കും ഗായ്സ്. നമ്മൾ പിന്നെ എല്ലാവരും നമ്മൾ പ്രോ പ്ലെയർ എന്ന് വിളിക്കും. പിന്നെ നിങ്ങൾ ടോപ്പപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ബുയാ പാസ്സൊക്കെ എടുക്കുക. ടോപ്പപ്പ് ഉണ്ടെങ്കിൽ മാത്രം. ടോപ്പപ്പ് ചെയ്യാത്തവരാണെങ്കിൽ ടോപ്പപ്പ് ചെയ്യണവർ ഇതിൻ്റെ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ടോപ്പപ്പ് ചെയ്യാത്തവർ മാത്രം കണ്ടാൽ മതി. അതിന് കളി തുടങ്ങിയ ആൾക്കാർ, ഐ മീൻസ്. പിന്നെ നല്ലൊരു ഡ്രസ് കളക്ഷൻ ഒക്കെ ഒന്ന് ഒപ്പിക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾ ഹീറോക്കെ അടിച്ച് വരുമ്പോഴേക്കും സാധാ നമ്മളിതൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ. ഇതിൻ്റെ ഇത് അത്ര ഉണ്ട്, 34 അത്ര ഉണ്ട്. അങ്ങനെ കയറി വന്നോളും. നിങ്ങളിതൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ കയറി വന്നും കുറച്ച് സമയം എടുക്കും. എനിക്കിപ്പോൾ 2 ഇമോട്ട് 3 ഇമോട്ട് ഉണ്ടെങ്കിൽ ഇമോട്ടിൻ്റെ സ്ലോട്ട് ഫുള്ളായി. അപ്പോൾ ഇതാണ് നമ്മൾ നല്ല കളക്ഷൻസൊക്കെ മെയിൻ ഇട്ടുണ്ടാക്കാൻ നോക്കാം. എന്നിട്ട് നമ്മൾ മാക്സിമം സ്കോഡ് അല്ലെങ്കിൽ സോളോ അല്ലെങ്കിൽ നമ്മൾ ടീമിൻ്റെ കൂടെ എന്നിട്ട് ബുയൊക്കെ അടിക്കാൻ നോക്കാം. പിന്നെ ബുയ അടിച്ചാൽ പിന്നെ നമ്മൾ സീനായി ഗൈസ്. ബുയൊക്കെ അടിച്ചാലേ പിന്നെ അങ്ങനെ തന്നെ. പിന്നെ ഇപ്പോൾ ഒരു ഇവൻറ്റ്, നമ്മൾ നെറൂട്ടോൻ്റെ ഇവൻറ്റ് വന്ന് അതിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാം. 460 ആയിട്ടുള്ളൂ. 460 ഇനിയും വേണം. ഇനി ഇത് നാളെ മാത്രമേ ഉള്ളൂ കേട്ടോ. നാളെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതിന് ഈ വേണ്ടി പോകുമെന്നാണ് തോന്നുന്നത്. പറഞ്ഞു നിൽക്കണ്ട. ഇതാണ് ഒരു പ്ലെയർ.